ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു തവളേനെ കൊണ്ടുപോയി ഒരു കിണറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലാന്നുണ്ടെങ്കിൽ തവള സ്വന്തമായിട്ട് കിണറ്റിൽ പെട്ടുപോയാൽ എന്ത് സംഭവിക്കും? അതായത് തവള അതാണ് ലോകം എന്നുള്ള രീതിയിൽ ജീവിക്കും. പുറമേയുള്ള നടക്കുന്നതിനെ പറ്റിയോ പുറമേയുള്ള ജീവജാലങ്ങളെ പറ്റിയോ അല്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പരിപാടികളെ പറ്റിയോ ഒന്നും അറിയില്ല. ഇതാണ് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഈ നടക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ലോകം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഈ വ്യക്തിനെ ഇങ്ങനെ കുടുക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അതായത് എന്താ പറയാ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ ചെന്ന് കയറി കൊടുത്തതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ ഇതില് അവരിങ്ങനെ കുടുക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന, ഇങ്ങനെ ചെറിയ ഇര കൊടുത്ത് വലിയ മീനിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടാൽ, ഞാൻ പറയുന്ന പ്രവർത്തികൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ചെറിയ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ കൂടി അത് നിങ്ങൾക്ക് എത്തിച്ചു തരും. അങ്ങനെയൊക്കെ ഒരുപാട് അതിമോഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനെ ദിവസവും ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനും പ്രവർത്തികളിൽ കൂടി വിശ്വസിക്കാതെ അവരുടെ വാക്കുകളിൽ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് കിട്ടും, എല്ലാം ഇവർ പറയുന്ന എല്ലാ പരിപാടികളും എനിക്ക് കിട്ടും. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ എനിക്കുള്ളതാണ്. ആ രീതിയിലൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചു സ്വയം അങ്ങനെ ഒരു വഞ്ചിതരാവുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടി ആക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വ്യക്തിയാണ് എംപറർ, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂൻ, എല്ലാത്തിലും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആള് നിങ്ങൾ തന്നെയാണ്. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നു. ഓക്കെ, പക്ഷെ ശരിക്കും കാര്യങ്ങൾ വരുമ്പോഴും പ്രവർത്തികൾ വരുമ്പോഴും എംപററായിട്ടും ക്യൂനായിട്ടും ശരിക്കും പ്രവർത്തിക്കുന്നത് തേർഡ് പാർട്ടിയാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന എന്താ പറയാ, ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാവയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നില്ല. നമുക്കൊരു വെളിച്ചം കിട്ടണമല്ലോ, ഒരു ഡാർക്ക്നെസ് പോലെയാണ്, അതിനുള്ള ഒരു ഇത് കിട്ടുന്നില്ല.
ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, എന്ത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ ലോസിന്റെ അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഇതിൽ നിന്നും ഈ കുടുക്കൊന്ന് പൊട്ടിക്കണം, അല്ല എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് ഇറങ്ങിയാലോ, ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വിശാലമായിട്ടുള്ള പരിപാടികളിലോട്ടൊക്കെ ഒന്ന് ചിന്തിച്ചാലോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് കടന്നാലോ, ഇപ്പൊ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റിയോ സ്വന്തം ഫാമിലിനെ പറ്റിയോ എന്തൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആ കുടുക്കൊന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഇവരുടേതായിട്ടുള്ള, എന്താ പറയാ, മനസ്സിൽ കാണുമ്പോൾ തേർഡ് പാർട്ടി മാനത്ത് കാണുന്ന ഒരു അവസ്ഥയാണ്. ഇവരുടെ ചെറിയ മൂവ്മെന്റ്സ് പോലും, ചെറിയ കാര്യങ്ങൾ പോലും മുൻപേ കണ്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കാം, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ ഒരു കടൽ കടന്നുള്ള എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ദൂരദേശത്ത് നിന്ന് കാണുന്ന ആളുകളായിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി വന്നിരിക്കുന്നത് ഒരു പല രീതിയിലുള്ള ക്യൂനുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രജകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഐശ്വര്യവും ക്ഷേമവും അന്വേഷിക്കുന്ന, സഹായിക്കുന്ന ക്യൂനുണ്ട്. അതല്ലാതെ വിവരക്കേടും ബോധക്കേടും മാത്രം പ്രവർത്തിച്ച് എന്താ പറയാ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, മറ്റുള്ളവരെ കുളം തോണ്ടുന്ന ക്യൂനുണ്ട്. ഇത് അങ്ങനത്തെ രീതിയിലുള്ള ക്യൂനാണ്. ഒരു എന്താ പറയാ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളുടെ കണ്ണീര് കാണാതെ എന്താ പറയാ, ഒരു അടിച്ചു മാറ്റുന്ന അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഉള്ള ദേഷ്യത്തിൽ ഒരു എന്താ പറയാ, അവരുടെ ജീവിതത്തിൽ നിന്ന് പലതും പറിച്ചെടുക്കുന്ന ഒരു കാര്യം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പുറത്ത് എന്ത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ. ഓക്കെ, ഇത് തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടൊക്കെ ജീവിക്കുന്ന, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന പോലെ ആക്ട് ചെയ്യുന്ന. ഇപ്പൊ നമ്മള് ഒരാളുടെ തൊഴിലിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ, ഒരാളുടെ കുടുംബത്തിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടോത്രമൊക്കെ ചെയ്തിട്ട് നമ്മൾ എത്ര ദൈവത്തിനോട് അടുത്തിട്ടും കാര്യമില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടേ ദൈവത്തിനോട് അടുത്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നല്ല രീതിയിലുള്ള മാന്യതയൊക്കെ കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് അണ്ടർഗ്രൗണ്ട് വഴി മറ്റേ എന്താ പറയാ, ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഒക്കെ പോയേക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. സൊസൈറ്റിയിലൊക്കെ ചിലപ്പോൾ നല്ല ഇതിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ അമ്പലങ്ങള്, ദേവാലയങ്ങള്, പള്ളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കും. നമ്മളിപ്പോ മറ്റുള്ളവർക്ക് കുറെ ഉപദ്രവം കൊടുത്തിട്ട് അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ക്യാഷ് ഒരു 60% വ്യക്തികളുടെ, നിങ്ങളുടെ വ്യക്തികളുടെ 60% മാത്രമാണ് ക്യാഷിന് വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഇവര് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം ഇവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ജീവിതത്തിന്റെ ബാലൻസ് ഇല്ലായ്മ തെറ്റിപ്പിക്കുകയാണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ഈ തേർഡ് പാർട്ടി കാരണം പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിന് താളം തെറ്റുന്നുണ്ടാകാം,
കുട്ടികൾക്ക് വരെ അത് ബാധിക്കുന്നുണ്ടാവാം. ഇപ്പൊ കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരെ വന്നത് ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മുഖേന അതൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നുണ്ടാവും. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാതെ വരെ ഇങ്ങനെ അകന്നകന്ന് നിൽക്കുന്നതും ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഒരു 40% ആളുകൾക്കും ഇങ്ങനെ നല്ല ശരിക്കിനും ബ്ലാക്ക് മാജിക്കിന്റെ എനർജിയും കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അവര് എന്തു പറയുന്നു അത് ആണ് വേദവാക്യം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്രത്തോളം പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കഴമ്പുണ്ട് അതൊന്നും വിചാരിക്കുന്നില്ല. ഇവരുടേതായിട്ടുള്ള ശത്രുത എന്താ വിജയിക്കാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എന്നെ അകറ്റുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല. അതിന് പകരം കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെന്തായാലും കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. തിരിച്ചു കിട്ടാൻ വളരെയധികം കഷ്ടപ്പാടായിരിക്കും. കാരണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.